നമ്മളെ ഒരു 30,000 രൂപയുടെ മൊബൈൽ ഫോൺ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് യൂട്യൂബ് റിവ്യൂ നോക്കും, കമ്പാരിസൺ സ്റ്റഡി ചെയ്യും, 2-3 ദിവസം ഇരുന്ന് കാര്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. പക്ഷെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങനെയാണോ? എന്തായാലും ഒരെണ്ണം എടുക്കണം, ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഒരെണ്ണം നോക്കി എടുത്തേക്കാം. ഇതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെ? അപ്പൊ ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഹലോ, നമസ്കാരം, എല്ലാവർക്കും ചിറക്കൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് സ്വാഗതം. ഹായ്, ഞാൻ ലിൻസൺ മാത്യു. ചിറക്കൽ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, ടാക്സ് ഫയലിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ലളിതമായ രീതിയിൽ വീഡിയോസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന 5 തെറ്റുകൾ എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മള് പ്രീമിയം നോക്കിയിട്ടല്ലേ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് പ്രീമിയം കുറവാണ്, എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് വളരെ കോസ്റ്റ്ലി ആയി തീരുന്ന ഒരു കാര്യമായിട്ട് ഇത് വരും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പിന്നീട് ലക്ഷങ്ങൾ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു രീതിയിലേക്ക് ഈ മിസ്റ്റേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ പ്രീമിയം ആയിരിക്കരുത് അതിന്റെ മാനദണ്ഡം. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തതാണ്. ഏത് പോളിസി എടുത്താലും, ഏത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താലും അതിന് ചില അസുഖങ്ങൾക്ക് അല്ലെ ചില ചികിത്സകൾക്ക് ഒരു സർട്ടൺ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് കൃത്യമായ ധാരണ വേണം. ആ ധാരണയുമായിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കാവുള്ളൂ. അപ്പൊ ഇത് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. എപ്പോഴും നമ്മുടെ പോളിസിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, എസ്പെഷ്യലി ദ വെയിറ്റിംഗ് പീരീഡ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ റൂം റെന്റ് ലിമിറ്റ്, ICU ചാർജസ് ലിമിറ്റ്, ഇത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയതെയാണ് പലരും പോളിസി എടുക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ഏതെങ്കിലും പോളിസി എടുത്ത് വെച്ചേക്കാന്ന് വെച്ച് നമ്മൾ എടുക്കുന്നത് മിക്കപ്പോഴും ഒരു റൂം റെന്റ് അല്ലെങ്കിൽ ICU ലിമിറ്റ് ക്യാപ്പിംഗ് ഉള്ള ഒരു പോളിസി ആയിരിക്കും. അത് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെടുത്താൻ ഇടവരുത്തും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൂം റെന്റിനും ICU ചാർജസിനും ക്യാപ്പിംഗ് ഇല്ലാത്ത ഒരു പോളിസി തിരഞ്ഞെടുക്കാനാണ്. നാലാമത്തെ മിസ്റ്റേക്ക്, ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക്. നമ്മളുടെ ആരോഗ്യ വിവരങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത്, സപ്രഷൻ ഓഫ് ഫാക്ട്സ്. ഇത് നമുക്ക് വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമായിരിക്കും. അതൊക്കെ ഇപ്പൊ എന്തിനാ പറയാൻ പോകുന്നത്, അത് പറഞ്ഞാൽ നമുക്ക് പോളിസി കിട്ടൂല. അങ്ങനെയല്ല. നമ്മുടെ ആരോഗ്യ വിവരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് റിവീൽ ചെയ്യണം പോളിസി എടുക്കുന്ന സമയത്ത്. അല്ലാത്ത പക്ഷം പിന്നീട് അത് ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് ക്ലെയിം റിജക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും പോളിസി എടുക്കുമ്പോൾ കൃത്യമായിട്ട് റിവീൽ ചെയ്യണം. അഞ്ചാമത്തെ മിസ്റ്റേക്ക് ആണ് ഒരാൾ എടുത്തിരിക്കുന്ന പോളിസി അതേപോലെ തന്നെ നമ്മൾ പോയി വാങ്ങാന്നുള്ളത്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ റിക്വയർമെന്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ റിക്വയർമെന്റ്. ഇവിടെയാണ് ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് നിങ്ങൾക്ക് കൂടുതലായി വേണ്ടി വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് വാങ്ങാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ വളരെ വലിയ നഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രീമിയം മാത്രം നോക്കിയിട്ടായിരിക്കരുത്. നമുക്ക് കിട്ടുന്ന കവർ, മറ്റു ബെനിഫിറ്റ്സുകൾ, അതുപോലെ റൂം റെന്റ് ക്യാപ്പിംഗ്, ICU ചാർജസ്, പോളിസിയുടെ ഓവറോൾ ഫീച്ചേഴ്സ്, ഇതെല്ലാം കണക്കാക്കിയിട്ട് വേണം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ മുമ്പ് വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ കൂടുതൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.